നമസ്കാരം. ഏവർക്കും എല്ലാ ദിവസങ്ങളിലും രാവിലെകളിലുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 26, 2025 ചൊവ്വ. ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിനുള്ള പ്രതീക്ഷകൾ വർദ്ധിച്ചതിനെ തുടർന്നും JP മോർഗന്റെ ഭാഗത്ത് നിന്നും TCS നെ അപ്ഗ്രേഡ് ചെയ്തതിന്റെ ഫലമായിട്ട് ഇന്നലെ നമ്മുടെ IT സ്റ്റോക്സിലുണ്ടായ റാലി മൂലവും അവസാനത്തെ 8 ട്രേഡിംഗ് സെക്ഷനിൽ 7 ട്രേഡിംഗ് സെക്ഷനും നിഫ്റ്റിക്ക് നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചെങ്കിൽ കൂടിയിട്ടും ഇന്നലെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്ത് നിന്നും ക്യാഷ് മാർക്കറ്റിൽ 2466.24 കോടി രൂപയ്ക്ക് സെല്ലിംഗ് നടത്തുന്നത് തന്നെയാണ് കാണുവാൻ സാധിച്ചത്. അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 3176.69 കോടി രൂപയ്ക്ക് ബൈയിങ്ങും നടത്തുകയുണ്ടായി. വിനായക ചതുർത്ഥി പ്രമാണിച്ച് നാളെ മാർക്കറ്റിന് അവധിയാണ്. ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയും അഭിപ്രായ പ്രകാരം 24,850 എന്ന ലെവലിൽ നിഫ്റ്റി നിലനിൽന്നുകൊണ്ട് മുകളിലേക്ക് ഒരു പ്രയാണം സാധ്യമാവുകയാണെങ്കിൽ 25,000 എന്ന ലെവൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇമ്മീഡിയറ്റ് മാത്രമല്ല സൈക്കോളജിക്കൽ റെസിസ്റ്റൻസുമായി മാറിയേക്കാം. ഈ ലെവൽ നിഫ്റ്റിക്ക് അതിശക്തമായി മറികടക്കുവാൻ സാധിക്കുകയാണെങ്കിൽ തുടർന്ന് 25,150, 25,250 എന്നീ ലെവലുകളിൽ റെസിസ്റ്റൻസ് ഫേസ് ചെയ്തേക്കാം. ഇനി അതേസമയം നിഫ്റ്റിയിൽ ഒരു ഫോൾ ഉണ്ടായി 24,850 എന്ന ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 24,700 എന്ന ലെവലായിരിക്കും ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ട് മാറിയേക്കാവുന്നത്. എന്നാൽ അതേസമയം 24,600 എന്ന ലെവൽ നിഫ്റ്റി ബ്രേക്ക് ചെയ്താൽ സെല്ലിംഗ് പ്രഷർ അനുഭവപ്പെട്ടേക്കാമെന്നും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പെർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പേർപ്പസിന് വേണ്ടി മാത്രമാണ് ഈ ലെവലുകൾ വിശദീകരിക്കുന്നത്. ഇന്ന് സെൻസെക്സിന്റെ മന്ത്ലി എക്സ്പയറി ആയതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ വോൾട്ടാലിറ്റി ദൃശ്യമായേക്കാം. ഇന്നലെ സെൻസെക്സിന്റെ ഓപ്ഷൻ പ്രീമിയംസിലൊക്കെ വോൾട്ടാലിറ്റി ദൃശ്യമായിരുന്നു. സെൻസെക്സ് ഇന്ന് 81,000 എന്ന ലെവൽ നിലനിർത്തിക്കൊണ്ട് എക്സ്പയർ ആകുമോ അല്ലെങ്കിൽ 82,000 എത്തിച്ചേരുമോ എന്നുള്ളതൊക്കെ കണ്ടു തന്നെ അറിയണം. ഇന്നലെ പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകളിൽ ജർമ്മനിയിൽ നിന്നുള്ള ഓഗസ്റ്റ് മാസത്തെ ഇൻഫോ ബിസിനസ് ക്ലൈമറ്റ് ഡാറ്റ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 2024 മെയ്ക്ക് ശേഷം ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ബിസിനസ് ക്ലൈമറ്റ് ഡാറ്റയാണ് ജർമ്മനിയുടെ ഭാഗത്ത് നിന്നും റിലീസ് ചെയ്യുകയുണ്ടായത്. ജൂലൈയിലെ 88.6 നിന്നും 89 ആയിട്ട് ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് ബെറ്റർ ആയിട്ടുള്ള ഡാറ്റയാണ് റിലീസ് ചെയ്യുകയുണ്ടായത്. ഇന്നത്തെ പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ആകെ 2 എണ്ണം മാത്രമേ ഉള്ളൂ. രാവിലെ 7 മണിയോടുകൂടി ഓസ്ട്രേലിയയിൽ നിന്നും RBIയുടെ മീറ്റിംഗ് മിനിറ്റ്സ് റിലീസ് ചെയ്യുന്നുണ്ട്. വൈകുന്നേരം 6 മണിക്ക് നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം US നിന്നും ഡ്യൂറബിൾ ഗുഡ്സ് ഓർഡേഴ്സിന്റെ ജൂലൈ മാസത്തെ ഡാറ്റ റിലീസ് ചെയ്യുന്നുണ്ട്. ഇന്നലെ US ലീഡിംഗ് ആയ ADR സ്റ്റോക്സിൽ വിപ്രോയ്ക്ക് സ്ലൈറ്റ്ലി നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചപ്പോൾ ആക്സിസ് ബാങ്ക് ഫ്ലാറ്റ് ആയിട്ടും ബാക്കി എല്ലാ ADR സ്റ്റോക്സും നഷ്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം അവസാനിപ്പിക്കുകയുണ്ടായത്. കൂട്ടത്തിൽ HDFC ബാങ്കിന് 1.5% നഷ്ടം നേരിടേണ്ടി വന്നപ്പോൾ ICICI ബാങ്ക് ADRന് 1% നഷ്ടം നേരിടേണ്ടതായിട്ടും വരികയുണ്ടായി. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. ഈ ആഴ്ച അവസാനത്തോടുകൂടി NVIDIയുടെ ക്വാർട്ടർലി ഏർണിംഗ്സ് വരാനിരിക്കുകയും മാത്രമല്ല പേഴ്സണൽ കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ, പ്രൈസ് ഇൻഡെക്സ് തുടങ്ങി പ്രധാനപ്പെട്ട ഡേറ്റകൾ വെള്ളിയാഴ്ച വരാനിരിക്കെ ഇന്നലെ S&P 500 നാസ്ഡാക്ക് ഒക്കെ നഷ്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം അവസാനിപ്പിക്കുക ഉണ്ടായത്. നിലവിൽ ഡോ ജോൺസ് ഫ്യൂച്ചർ നഷ്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സിൽ ഇന്നലെ UK മാർക്കറ്റ് മാത്രമേ നേട്ടത്തോടു കൂടി വ്യാപാരം അവസാനിപ്പിച്ചുള്ളൂ. അതേസമയം ഫ്രാൻസ്, ജർമ്മൻ മാർക്കറ്റുകൾ നഷ്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം അവസാനിപ്പിക്കുക ഉണ്ടായത്. ഫ്രാൻസ് മാർക്കറ്റിന് 1.5% നഷ്ടം ഇന്നലെ സംഭവിക്കുകയുണ്ടായി. ഗിഫ്റ്റ് നിഫ്റ്റിയുടെ നിലവിലെ ഇൻഡിക്കേഷൻ പ്രകാരം ഫ്ലാറ്റ് അല്ലെങ്കിൽ സ്ലൈറ്റ്ലി നെഗറ്റീവോട് കൂടിയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുക. ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ ജപ്പാൻ മാർക്കറ്റും കൊറിയൻ മാർക്കറ്റും നഷ്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം ഇന്ന് തുടങ്ങിയിരിക്കുന്നത്. ജപ്പാൻ മാർക്കറ്റ് 1% നഷ്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ബ്രെന്റ് ക്രൂഡിലും ക്രൂഡ് ഓയിലിലും നിലവിൽ ഇടിവ് അനുഭവപ്പെടുമ്പോൾ ഗോൾഡിൽ ഉയർച്ചയാണ് അനുഭവപ്പെടുന്നത്. ഇനി നമുക്ക് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ടെക്നിക്കൽസിലേക്ക് സ്പെസിഫിക് ആയിട്ട് പ്രവേശിക്കാം. നിഫ്റ്റിയുടെ PCR 0.77 എന്ന നിലയിലും മാക്സ് പെയിൻ 25,000 എന്ന നിലയിലുമാണ്. ബുള്ളിഷ് കാൻഡിൽ സ്റ്റിക് പാറ്റേൺ തന്നെയാണ് നിഫ്റ്റിയുടെ ഡെയിലി ടൈം ഫ്രെയിമിൽ നിന്നും ദൃശ്യമാകുന്നത്. ഇന്നലെ നിഫ്റ്റി കൈവരിച്ച നേട്ടത്തിന്റെ ഫലമായി ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജ് ആയ 20 ഡേയുടെയും മിഡ് ഡേ മൂവിംഗ് ആവറേജ് ആയ 50 ഡേ EMകളുടെയും മുകളിലായിട്ട് നിഫ്റ്റിക്ക് വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിക്കുകയുണ്ടായി. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 25,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്കും പുട്ട് സൈഡിലേക്കും ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റുകൾ ദൃശ്യമാകുന്നതെങ്കിലും
25,550 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് ദൃശ്യമാകുമ്പോൾ 25,000 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് നിലവിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ PCR 0.49 എന്ന ലെവലിൽ അൾട്രാ ബെയറിഷ് ആയിട്ട് തന്നെ നിലനിൽക്കുന്നു. മാക്സ് ബെയിൻ 55,300 എന്ന ലെവലിലും. ബയേഴ്സിന്റെ സെല്ലേഴ്സിന്റെയും ഇടയിലുള്ള ഇൻഡിസിഷനെ സൂചിപ്പിച്ചുകൊണ്ട് ഡോജി കാൻഡിൽ സ്റ്റിക് പാറ്റേൺ ആണ് ബാങ്ക് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട്സിൽ നിന്നും ദൃശ്യമാകുന്നതെങ്കിലും ഇന്നലെ നഷ്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം അവസാനിപ്പിച്ചതെങ്കിലും ബാങ്ക് നിഫ്റ്റിക്ക് അതിന്റെ 100-ഡേ EMA ലെവലായ 55,000 എന്ന ലെവലിന് മുകളിലായിട്ടും വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചു. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 57,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റുകൾ ദൃശ്യമാകുന്നതെങ്കിലും 55,500 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ റൈറ്റിംഗ് നിലവിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. അതേസമയം പുട്ട് സൈഡിലേക്ക് 55,000 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റുകൾ കാണുവാൻ സാധിക്കുന്നത്. അതേസമയം അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ റൈറ്റിംഗും നിലവിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ആദിത്യ ബിർള ക്യാപിറ്റൽ റിസർവ് ബാങ്കിന്റെ ഭാഗത്ത് നിന്നും വിശാഖ മൗലിയെ മാനേജിംഗ് ഡയറക്ടറും സിഇഒയുമായിട്ട് അപ്പോയിന്റ് ചെയ്യാനുള്ള അനുമതിയും രാകേഷ് സിംഗിനെ കമ്പനിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറും സിഇഒയുമായിട്ട് അപ്പോയിന്റ് ചെയ്യാനുള്ള അനുവാദം ലഭിച്ചു എന്നുള്ള വാർത്തകൾ. പ്രോട്ടീൻ ഗവൺമെന്റ് ടെക്നോളജീസ് യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്നും 1,160 കോടി രൂപയുടെ ഓർഡർ കമ്പനിക്ക് ലഭിച്ചതായിട്ടുള്ള വാർത്തകൾ. 3M ഇന്ത്യ കമ്പനിയുടെ പ്രസിഡന്റും മാനേജിംഗ് ഡയറക്ടറുമായിട്ട് അസീം ജോഷിയെ നിയമിക്കുവാനുള്ള അനുവാദം കമ്പനിയുടെ ബോർഡ് നൽകി എന്നുള്ള വാർത്തകൾ. ഒക്ടോബർ 13, 2025 മുതൽ അദ്ദേഹം ചാർജ് എടുക്കും. ലെമൺട്രി ഹോട്ടൽസ് നാസിക്കിലെ മഷ്റൂളിലുള്ള പുതിയ ഒരു പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട ലൈസൻസ് എഗ്രിമെന്റ് കമ്പനി സൈൻ ചെയ്തു എന്നുള്ള വാർത്തകൾ. ജി മീഡിയ കോർപ്പറേഷൻ AUV ഇന്നോവേഷൻസ് 3.83% നിന്നും 5.43% സ്റ്റേക്ക് വർദ്ധിപ്പിച്ചു എന്നുള്ള വാർത്തകൾ. തമിഴ്നാടു ന്യൂസ് പ്രിന്റ് ഓപ്പൺ മാർക്കറ്റ് ട്രാൻസാക്ഷൻ വഴി ഇന്നലെ LIC 0.5% വരുന്ന സ്റ്റേക്കുകൾ കമ്പനിയിൽ നിന്നും വിറ്റ് ഒഴിഞ്ഞു എന്നുള്ള വാർത്തകൾ. സൂരജ് എസ്റ്റേറ്റ് ഡെവലപ്പേഴ്സ് 6.44 കോടി രൂപ മുടക്കി 644 സ്ക്വയർ മീറ്റർ ലാൻഡ് പാർസൽ മുംബൈയിലെ ലോവർ പാരൽ ഏരിയയിൽ കമ്പനി വാങ്ങി എന്നുള്ള വാർത്തകൾ. ഏവർക്കും നല്ല ഒരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടുമായിട്ട് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.